മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ രണ്ട് താരങ്ങളെ ഇതൊരു കമ്പാരിസൺ അല്ല. ഇതാദ്യമേ പറയുകയാണ്, ഇതൊരു കമ്പാരിസൺ അല്ല. ലയണൽ മെസ്സി വേഴ്സസ് ലാമിൻ യമാൽ ഫൈറ്റ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഹരി, എന്താണ് യമാലിന്റെ മനസ്സിലൂടെ എന്തായിരിക്കും കടന്നു പോകുന്നത്? പണ്ടത്തെ മാമോദിസ് നോക്കിയതൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. അപ്പൊ മെസ്സിനെ കണ്ട് വണ്ടടിച്ച് താരങ്ങൾ നിൽക്കുമെന്നുള്ള ഒരു സംശയമാണ് കേട്ടോ. കാരണം ഈ നേരത്തെ പറഞ്ഞില്ല, ലാമാസിയയിൽ നിന്ന് കളിച്ച് വന്ന താരങ്ങളാണ്. ഇപ്പം യമാലും പെഡ്രിയും ഗാവിയും കുബാർസിയും ഒക്കെ. അപ്പോൾ ഇവർ മെസ്സിയുടെ ഒരു പ്രൈം ടൈം തൊട്ടേ മെസ്സിനെ കണ്ട് മെസ്സിയുടെ ഒപ്പം നിന്ന് അങ്ങനെ വളർന്ന താരങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ച് ഈ ഫൈനൽ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. ആര് ജയിച്ചാലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത്ര ഒരു ക്വാളിറ്റി ഫുട്ബോൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഇതൊരു കമ്പാരിസൺ അല്ല, ഒരു ശ്രദ്ധാകേന്ദ്രങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരാൾ ഇതിഹാസം മറ്റൊരാൾ ഇതിഹാസമാവാനുള്ള യാത്രയിൽ തുടക്കം കുറിച്ച ഒരാൾ. ഓക്കെ, ഓഫ് കോഴ്സ് ലയണൽ മെസ്സി എന്ന് പറയുന്ന താരത്തിന്റെ അസാമാന്യമായിട്ടുള്ള പെർഫോമൻസ്, അസാധാരണമായ പെർഫോമൻസ് ഈ ലോകകപ്പിൽ ഉടനീളം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് പ്രായം 39 ആയി എന്നുള്ളത് നമ്മൾ പറയുന്നു എന്നല്ലാതെ ഗ്രൗണ്ടിൽ അതിന്റെ ഒരു തരി പോലും അത് കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കൊണ്ട് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ രണ്ട് താരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയത്, യമാലിന്റെ കാലുകളിൽ പന്ത് കിട്ടുന്ന സമയത്ത് ഈ പന്തടക്കവും അതോടൊപ്പം തന്നെ വേഗതയും കൊണ്ട് കളി മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു താരമാണ്. വളരെ പൊടുന്നനെ വെട്ടിച്ച് മുന്നോട്ടേക്ക് പോയി എങ്ങനെ വേണമെങ്കിലും കളി മാറ്റാം. പക്ഷേ ലയണൽ മെസ്സി അതുമായി നോക്കുന്ന സമയത്ത് എത്രയോ മുൻവശത്താണ്. അതായത് ഈ സീനിൽ ഒരു ഗോൾ അടിക്കാൻ ഒരു ചാൻസ് ഇല്ല എന്ന് നമ്മൾ കരുതുന്ന ഒരു സീനിൽ നേരെ ഗോളിലേക്ക് വരാൻ പറ്റുന്ന ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലയണൽ മെസ്സിയിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ പറഞ്ഞു. അവരുടെ കളിശൈലി പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം യമാല് കളിച്ച പൊസിഷനിലാണ് മെസ്സി അദ്ദേഹത്തിന്റെ പ്രൈം ടൈം കളിച്ചിട്ടുള്ളത്. ആ സമയത്ത് മെസ്സി എന്താ ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ഒരു അടുത്തെത്താൻ പോലും യമാലിന് നിലവിൽ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. ഒരാൾ 19, ഒരാൾ 39 ആണ്. 20 വയസ്സിന്റെ വ്യത്യാസമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്. അത് മാത്രമല്ല, ഈ 19 നമ്പർ ജേഴ്സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലയണൽ മെസ്സി 2006 ഇറങ്ങിയ സമയത്ത് ഈ നമ്പർ ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ദേഹത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കാണുകയാണ് ആകാംക്ഷയോടെ, അതിലേറെ സന്തോഷത്തോടെ ഈ രണ്ട് താരങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് നമ്മൾ ഏറെ ആഘോഷിച്ചതാണ്. ഫൈനലിസിമ നടക്കും, ഈ മത്സരം കാണാമെന്നുള്ളത്. അപ്പൊ അതിൽ കാലം കാത്തുവെച്ചത് ഇങ്ങനെയൊരു മത്സരത്തിനാണ്. പ്രതികരണം ചോദിച്ചപ്പോഴും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇവർ സംസാരിച്ചത്. അതെ, ഇപ്പോൾ സ്പെയിനിലെ ഈ ലാമാസിയ താരങ്ങൾ പറഞ്ഞു ലയണൽ മെസ്സിക്കെതിരെ ഫൈനൽ കളിക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമാണ്. മെസ്സിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് തന്റെ പ്രിയപ്പെട്ട താരങ്ങളാണ് സ്പെയിനിൽ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ നല്ല വലിയ ഇടിയുണ്ടാവാനും സാധ്യതയില്ല. കാരണം ഒരു മെസ്സിയെ ഇവരെ ആരും ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇവരുടെ ഒരു ദൈവതുല്യനാണ് മെസ്സി. അപ്പൊ അതുകൊണ്ട് മെസ്സിയെ തൊട്ടാലാണ് ഇവർ കൂടുതൽ ഒന്ന് ഇളകുന്നത്. അർജന്റീന താരം ടീം ഇറങ്ങുന്നത് അവിടെയും കാണാം.